my dear children. Today we are going to study the lesson number 15. हमारे राष्ट्रीय प्रतीक. हमारे राष्ट्रीय प्रतीक. നമ്മുടെ രാഷ്ട്രീയ പ്രതീക മീൻസ് സിംബൽസ്, ചിഹ്നങ്ങൾ. നമ്മുടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? നമ്മുടെ രാഷ്ട്രത്തിന് ഓരോ ചിഹ്നങ്ങളുണ്ട് അല്ലേ? അല്ലേ? സിംബൽസ് ഓഫ് അവർ കൺട്രി, സിംബൽസ് ഓഫ് അവർ നേഷൻ. हमारे राष्ट्रीय प्रतीक. पार्ट 15 हमारे राष्ट्रीय प्रतीक मीन्स सिंबल्स ऑफ आवर कंट्री. सिंबल्स ऑफ आवर कंट्री. ओके. इन दिस लेसन രാഷ്ട്രീയ പ്രതീകോं के बारे में, രാഷ്ട്രീയ ചിഹ്നങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു രാഷ്ട്രഭാവന, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ചിന്ത, ഇവയൊക്കെയാണ് പറയുന്നത്. हमारे राष्ट्रीय प्रतीक हमारी पहचान और विरासत के मूलभूत हिस्से हैं. विश्व भर में बसे सभी भारतीय इन राष्ट्रीय प्रतीकों पर गर्व करते हैं, क्योंकि ये प्रतीक हर भारतीय के हृदय में गौरव व देशभक्ति की भावना का संचार करते हैं. മനസ്സിലായോ നിങ്ങൾക്ക്? हमारे राष्ट्रीय प्रतीक, നമ്മുടെ രാഷ്ട്രീയ ചിഹ്നം, ഹമാരി പഹചാൻ, നമ്മുടെ തിരിച്ചറിവാണ്. നമ്മൾ ഭാരതീയനാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. और विरासत के मूलभूत हिस्से हैं, നമ്മുടെ പാരമ്പര്യം, ലെഗസി. വിരാസത്ത് മീൻസ് ലെഗസി, പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പങ്കാണത്. എന്ത്? രാഷ്ട്രീയ സിംബൽസ് എന്ന് പറയുന്നത്, നാഷണൽ സിംബൽസ് എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളിപ്പോൾ എവിടെ നമ്മുടെ ഫ്ലാഗ് കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാകും അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളൊരു നമ്മുടെ പാരമ്പര്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വിശ്വഭർ में बसे सभी भारतीय इन राष्ट्रीय प्रतीकों पर गर्व करते हैं. വിശ്വഭർ में, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മുഴുവൻ താമസിക്കുന്ന, ബസെ മീൻസ് താമസിക്കുന്ന, വിശ്വഭർ മീൻസ് ഈ ഭൂമിയിൽ മുഴുവനും താമസിക്കുന്ന, ബസെ താമസിക്കുന്ന, സബി ഭാരതീയ എല്ലാ ഇന്ത്യക്കാരനും, ഈ രാഷ്ട്രീയ പ്രതീകോं पर, ഈ രാഷ്ട്രീയ സിംബൽസിൽ ഗർവ കർത്തേ ഹേ, അഹങ്കരിക്കുന്നു. നമ്മുടെ ഈ അവരവരുടെ രാഷ്ട്രീയ സിംബൽസിൽ എന്ത് ചെയ്യുന്നു? അഹങ്കരിക്കുന്നു. क्योंकि ये प्रतीक हर भारतीय के हृदय में गौरव व देशभक्ति की भावना का संचार करते हैं. ഈ സിംബൽസ് എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സുകളിൽ അഭിമാനവും ദേശഭക്തിയും ഉണ്ടാക്കുന്നു അല്ലേ? നമുക്ക് നമ്മുടെ കൊടി കാണുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും അല്ലേ? അതുപോലെയാണ് നമ്മുടെ ഓരോ സിംബൽസ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താണ്? അഭിമാനവും ദേശഭക്തി, രാജ്യസ്നേഹത്തിൻ്റെയും ഭാവനാക്ക സഞ്ചാർ, രാഷ്ട്രസ്നേഹവും വളർത്തുന്നു. നെക്സ്റ്റ്, രാഷ്ട്രീയ ധ്വജ്. വാട്ട് ഇസ് ധ്വജ്? വാട്ട് ഇസ് ധ്വജ്? ധ്വജ്, യു നോ ധ്വജ്? ധ്വജ് മീൻസ് ഫ്ലാഗ്. രാഷ്ട്രീയ ധ്വജ് മീൻസ് നാഷണൽ ഫ്ലാഗ്. രാഷ്ട്രീയ ധ്വജ്, ധ്വജ് മീൻസ് ഫ്ലാഗ് ആണ്. അപ്പോൾ നാഷണൽ ഫ്ലാഗ്. हमारे राष्ट्रीय ध्वज 3 रंगों से बना है, इसलिए हम इसे तिरंगा भी कहते हैं. हमारे राष्ट्रीय ध्वज, നമ്മുടെ നാഷണൽ ഫ്ലാഗ് 3 रंगों से बना है, 3 കളർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. इसलिए, so that, അതുകൊണ്ട്, हम इसे तिरंगा भी कहते हैं, നമ്മളിതിനെ തിരങ്ക എന്ന് പറയുന്നു. തിരങ്ക, ത്രിവർണ്ണ പതാക അല്ലേ? തിരങ്ക എന്ന് പറയുന്നു. इसमें सबसे ऊपर केसरिया, बीच में सफेद, सबसे नीचे गहरा हरा रंग है. ध्वज की चौड़ाई और लंबाई का अनुपात 2:3 है. सफेद पट्टी के केंद्र में गहरे नीले रंग का चक्र है. चक्र में
24 तीलियाम है। भारत के वर्तमान ध्वज को भारतीय ध्वज के रूप में 22 जुलाई 1947 को अपनाया गया। മനസ്സിലായോ? हमारा राष्ट्रीय ध्वज 3 रंगों से बना है. നമ്മുടെ നാഷണൽ ഫ്ലാഗ് 3 കളേഴ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. इसे तिरंगा भी कहते, तिरंगा എന്നും പറയുന്നു. इसमें सबसे ऊपर केसरिया, सबसे ऊपर सैफ्रॉन, बीच में सफेद, നടുക്കെന്താണ് വൈറ്റ്, और सबसे नीचे ഏറ്റവും താഴെയോ हरा रंग, डार्क हरा रंग, डार्क हरा रंग, सॉरी താഴെ പച്ച കളർ हरा रंग, गहरा हरा रंग, डार्क ग्रीन, गहरा मीन्स डार्क, गहरा हरा रंग है. ध्वज के चौटाई, चौटाई मीन्स विड्थ, वीधि, चौटाई, चौटाई मीन्स विड्थ, वीधि, और लंबाई, लंबाई मीन्स നീളം, വീതി നീളവും നീളത്തിന്റെയും വീതിയുടെയും അനുപാതം 2:3 എന്നാകുന്നു. सफेद पट्टी के केंद्र में गहरे नीले रंग का चक्र है. വൈറ്റ് കളറിന്റെ ഭാഗത്ത് അതിന്റെ മിഡിൽ ഭാഗത്ത് ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു ചക്രമുണ്ട്. കണ്ടോ? ചക്രമേം 24 തീലിയാം ഹേ. ആ ചക്രത്തിലോ 24 തീലിയാം സൂചികളെ കമ്പികളുണ്ടെന്ന് നമ്മൾ എന്തെന്ന് പറയും? അശോക ചക്ര അല്ലേ? ഇനി भारत के वर्तमान ध्वज को, भारत के वर्तमान ध्वज को भारतीय राष्ट्रीय ध्वज के रूप में 22 जुलाई 1947 को अपनाया गया. नेक्स्ट, राष्ट्रीय पक्षी. और इस पक्षी बर्ड अല്ലേ? नेशनल बर्ड. मोर हमारा राष्ट्रीय पक्षी है. राष्ट्रीय पक्षी ഏതാണ്? मोर, राष्ट्रीय पक्षी. राष्ट्रीय पक्षी मोर, राष्ट्रीय ध्वज तिरंगा. मोर के अद्भुत सौंदर्य के कारण ही, മോറിന്റെ അത്ഭുതകരമായ സൗന്ദര്യം കാരണം കൊണ്ട് തന്നെയാണ് എപ്പോഴാണ് അതിനെ 26 जनवरी 1963 को भारत सरकार ने इसे राष्ट्रीय पक्षी घोषित किया. ഈ മയിലിന്റെ മനോഹരമായ അതിന്റെ ഭംഗി കാരണമാണ്, ഭംഗി കണ്ടിട്ട് തന്നെയാണ് 22 जनवरी 1963 को 1963 ജനുവരി 26 എന്ത് ചെയ്ത് ഭാരത സർക്കാർ അതിനെ രാഷ്ട്രീയ പക്ഷിയായി പ്രഖ്യാപിച്ചു. എന്നാണത്? 1963 26 ജനുവരി. ഓക്കെ, 1963 26 ജനുവരിക്കാണ് എന്ത് 1963 ജനുവരി 26 മയിലിനെ നമ്മുടെ രാഷ്ട്രീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, രാഷ്ട്രീയ പുഷ്പ. राष्ट्रीय पुष्प. भारत का राष्ट्रीय पुष्प कमल है. भारत का राष्ट्रीय पुष्प, राष्ट्रीय पुष्प कमल. हमारा राष्ट्रीय पुष्प कमल, लोटस, कमल है. इसे प्राचीन काल से ही भारतीय संस्कृति में शुभ का प्रतीक माना जाता है. ഇതിനെ വളരെ പുരാതന കാലം മുതൽ തന്നെ ഭാരതീയ സംസ്കൃതിമേ നമ്മുടെ സംസ്കാരത്തിൽ ശുഭക പ്രതീക മനാത്ത ഹെ, ശുഭത്തിന്റെ ചിഹ്നമാണ് കരുതുന്നത്. अंडरस्टैंड? भारत का राष्ट्रीय पुष्प कमल है. इसे प्राचीन काल से ही, പുരാതന കാലം മുതൽ തന്നെ ഭാരതീയ സംസ്കൃതിയും നമ്മുടെ സംസ്കാരത്തിനെ ശുഭത്തിന് ചിഹ്നമായിട്ടാണ് കരുതുന്നതിനെ കമലിനെ. ഓക്കെ, ലോട്ടസ്. നെക്സ്റ്റ്, രാഷ്ട്രീയ പശു. രാഷ്ട്രീയ പശു മീൻസ് എന്താണ്? ആനിമൽ. ഭാരത് കാ രാഷ്ട്രീയ പശു ബാഘ്. വാട്ട് ഈസ് ബാഘ്? ടൈഗർ.
बाघ शक्ति का प्रतीक है, बाघ शक्ति का प्रतीक है। इसके शरीर पर काली धारियां होती है। ഈ കടുവയുടെ ശരീരത്തിൽ എന്താണ് കാലി ധാരിയാം, കറുത്ത വരകളുണ്ടെന്ന്. वर्ष 1973 में इसे राष्ट्रीय पशु घोषित किया गया था. 1973 ഇതിനെ രാഷ്ട്രീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. नेक्स्ट राष्ट्रीय वृक्ष, भारत का राष्ट्रीय वृक्ष बरगद है. बरगद എന്താണ് ആൽ അല്ലേ. बरगद सबसे लंबी आयु वाला एवं विस्तृत क्षेत्र में फैला हुआ वृक्ष होता है. ബർഗദ് ആള് എന്താണ് ബനിയൻ ട്രീ ആണ് അല്ലെ. ഇത് സബ്സെ ലംബി ആയുവാല, ഒത്തിരി ആയുസ്സുള്ള ഒരു വൃക്ഷമാണത്. വിസ്തൃത ക്ഷേത്രമേ ഫൈലാ ഹുവ വൃക്ഷ ഹോത്താ ഹേ, അത് കുറെ ഭാഗത്ത് ഇങ്ങനെ എന്താണ് വളർന്ന് പന്തലിച്ചിരിക്കുന്ന വൃക്ഷമാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ മൃഗം കടുവയാണ്. അത് ശക്തിയുടെ പ്രതീകമാണ്. ആ ബാഗിന്റെ പുറത്ത് കറുത്ത വരകളുണ്ട്. അതുകൂടാതെ 1973 ഇതിനെ രാഷ്ട്രീയ മൃഗമായിട്ട് അംഗീകരിച്ചത്. നമ്മുടെ രാഷ്ട്രീയ വൃക്ഷം എന്താണ്? ബനിയൻ ട്രീ ആണ്. ബനിയന്റെ പ്രത്യേകത എന്താണ്? ഒത്തിരി ആയുസ്സുള്ള ഒത്തിരി നാള് വളരെ നിലനിൽക്കുന്ന ഒരു വൃക്ഷമാണത്. അതുകൂടാതെ ഒത്തിരി പോയാൽ കാണാം, അമ്പലത്തിന്റെ കട പോയാൽ കാണാം, അതിങ്ങനെ കുറെ പ്രദേശത്ത് ഇങ്ങനെ ചുറ്റി കിടക്കുന്നതാണ് ഒരു വൃക്ഷം അല്ലേ, അതിന്റെ വേരുകളും എല്ലാം. രാഷ്ട്രീയ നദി, ഗംഗാ നദി ഹമാരെ രാഷ്ട്രീയ നദി ഹേ. ഗംഗാ നദി നമ്മുടെ രാഷ്ട്രീയ നദി ഏതാണ്? ഗംഗ. इसे भारत सरकार द्वारा नवंबर 2008 में राष्ट्रीय नदी का दर्जा दिया गया. 2008 ഗംഗയെ രാഷ്ട്രീയ നദിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് രാഷ്ട്രഗാൻ ഏതൊക്കെയാണ്? ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ദ്വാര രചിത ജനഗണ മന ഭാരത് കാ രാഷ്ട്രഗാൻ ഹേ. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമന ആണെന്ത് നമ്മുടെ ദേശീയ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ നമ്മൾ കേൾക്കുന്ന അല്ലേ ദേശീയ നാഷണൽ ആന്തം അല്ലേ. അപ്പൊ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാരാ? ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ദ്വാര രചിത ജനഗണമന ഭാരത് കാ രാഷ്ട്രഗാൻ ഹേ. അപ്പൊ നമ്മളെ ഹൂ റോട്ട് ദ അല്ലെങ്കിൽ രാഷ്ട്രഗാൻ കോൺ ലിഖാ ഹേ, നമ്മുടെ രാഷ്ട്രഗാൻ ആരാ എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, സോ അതിന് താഴെ നാഷണൽ കൊടുത്തില്ല, വായിച്ചു നോക്കണം കേട്ടോ. സോ ലെറ്റ് us go through the exercise. അതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. രാഷ്ട്രീയ ധ്വജ് തിരങ്ക, രാഷ്ട്രീയ പക്ഷി മോർ, രാഷ്ട്രീയ പുഷ്പ കമൽ, രാഷ്ട്രീയ പശു ബാഘ്, രാഷ്ട്രീയ വൃക്ഷ ബർഗദ്, രാഷ്ട്രീയ നദി ഗംഗ, രാഷ്ട്രഗാന ജനഗണമന. ഓക്കെ, നെക്സ്റ്റ് വേർഡ് മീനിങ്. രാഷ്ട്രീയ നാഷണൽ, പ്രതീക സിംബൽ, വിരാസത് ഹെറിറ്റേജ്, ധ്വജ് ഫ്ലാഗ്, പക്ഷി ബേർഡ്, മോർ പീകോക്ക്, സൗന്ദര്യ ബ്യൂട്ടി, പുഷ്പ ഫ്ലവർ, കമൽ ലോട്ടസ്, പ്രാചീനകാൽ ഏൻഷ്യന്റ് ടൈം, संस्कृति कल्चर, बाघ टाइगर, शक्ति स्ट्रेंथ, बरगद बेनियन, विस्तृत एक्सपांडेड, राष्ट्रगान नेशनल एंथम. So let us go to the question answer. उत्तर दे, प्रश्न होंगे उत्तर दे, प्रश्न होंगे उत्तर दे. उत्तर दे. हमारा राष्ट्रीय ध्वज कितने रंगों से बना है? हमारा राष्ट्रीय ध्वज നമ്മുടെ നാഷണൽ ഫ്ലാഗ് എത്ര കളേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്? हमारा राष्ट्रीय ध्वज 3 रंगों से बना है. हमारा राष्ट्रीय ध्वज 3
हमारा राष्ट्रीय ध्वज 3 रंगों से बना है. 3 रंगों से 3 കളറുകളുണ്ട്. रंगों से बना है. हमारा राष्ट्रीय ध्वज 3 रंगों से बना है. नेक्स्ट, हमारे राष्ट्रीय प्रतीक किस भावना का संचार करते हैं? राष्ट्रीय प्रतीक हमारे भारतीय के हृदय में गौरव और देशभक्ति की भावना का, अല്ലേ? राष्ट्रीय प्रतीक हमारे हृदय में गौरव व देशभक्ति का गौरव व देशभक्ति की भावना का संचार करते हैं. देशभक्ति की भावना का देन राष्ट्रीय प्रतीक हमारे हृदय में गौरव व देशभक्ति की भावना का संचार करते हैं. नेक्स्ट क्वेश्चन, राष्ट्रीय भारत की राष्ट्रीय नदी का नाम क्या है? നമ്മുടെ രാഷ്ട്രീയ നദി ഏതാണ്? ഗംഗ, അല്ലേ? ഗംഗ. हमारे भारत की राष्ट्रीय नदी का नाम गंगा है. भारत की राष्ट्रीय नदी का नाम गंगा है. नेक्स्ट, हमारे संस्कृति में किस फूल को शुभ का प्रतीक माना जाता है? हमारे संस्कृति में, നമ്മുടെ സംസ്കൃതിയിൽ ഏത് പൂവിനെയാണ് ശുഭത്തിന്റെ പ്രതീകമായിട്ട് സിംബലായിട്ട് കാണുന്നത്? कमल. वेरी गुड. हमारे संस्कृति में हमारी संस्कृति में कमल, हमारे संस्कृति में कमल को शुभ का प्रतीक माना जाता है. हमारे संस्कृति में कमल को शुभ का प्रतीक माना जाता है. नेक्स्ट, हाँ या नहीं में उत्तर दे. आंसर इन यस और नो. बाघ शक्ति का प्रतीक है. हाँ. बरगद सबसे लंबी आयु वाला वृक्ष है. बरगद बनियन ट्री ഏറ്റവും ആയുസ്സുള്ള വൃക്ഷമാണെന്ന്. हाँ. 2008 में यमुना को राष्ट्रीय नदी का दर्जा दिया गया. 2008 യമുന നദിയാണ് നമ്മുടെ രാഷ്ട്രീയ നദിയായി പ്രഖ്യാപിച്ചത്. ആണോ? അല്ല. ഏതിനെയാണ്? ഗംഗയെ, അല്ലേ? हमारा राष्ट्रीय पुष्प गुलाब है. നമ്മുടെ രാഷ്ട്രീയ പുഷ്പം ഗുലാബ്, റോസ് ആകുന്നു. ആണോ? നഹി. പിന്നെ ഏതാണ്? हमारा राष्ट्रीय पुष्प कमल है. कमल. नेक्स्ट सही शब्द चुनकर वाक्य पूरे करो. तिरंगा के चक्र में डैश तीलियां होती है.
തിരങ്കയ്ക്ക് ചക്രമേം ആ തിരങ്ക നമ്മുടെ നാഷണൽ ഫ്ലാഗ് എത്ര സൂചികളുണ്ട്, കമ്പികളുണ്ട്? 24 तीलियां है अല്ലേ? 24 तीलियां है. नेक्स्ट, मोर के डैश के कारण उसे राष्ट्रीय पक्षी घोषित किया गया. മോറിന്റെ എന്ത് ഗുണം കാരണമാണ് രാഷ്ട്രീയ പക്ഷിയെ പ്രഖ്യാപിച്ചത്? സൗന്ദര്യ കാരണം അല്ലേ? सौंदर्य. बाघ को डैश में राष्ट्रीय पशु घोषित किया गया. എപ്പോഴാ മോറിനെ ബാഘിനെ കടുവ എപ്പോഴാ ഏത് വർഷമാണ് ദേശീയ മൃഗം അംഗീകരിച്ചത്? 1973 അല്ലേ? മോറിനെയോ മയിലിനെയോ 1963 26 जनवरी അല്ലേ? നെക്സ്റ്റ് क्वेश्चन नंबर 5 നോക്കിയേ. विशेषण शब्दों पर गोला लगाए. adjective സർക്കിൾ ചെയ്യുക. ചക്ര में 24 तीलियां है. അത് adjective ഏതാണ്? വിശേഷണ ശബ്ദം ഏതാണ്? 24. മോർ ഹമാര രാഷ്ട്രീയ പക്ഷി ഹേ. അത് adjective ഏതായിരിക്കും? വിശേഷണ ശബ്ദം ഏതായിരിക്കും? രാഷ്ട്രീയ സർക്കിൾ ചെയ്യുക കേട്ടോ. രാഷ്ട്രീയ. नेक्स्ट, बाघ के शरीर पर काली धारियां होती है. adjective ഏതാണ്? काली. नेक्स्ट, बरगद लंबी आयु वाला वृक्ष है. ഏതാണ് adjective? ലംബി, നീളമുള്ള. ओके. नेक्स्ट, हिंदी में अर्थ लिखे. राइट मीनिंग इन हिंदी. सिंबल प्रतीक, ब्यूटी सौंदर्य, नेशनल फ्लैग राष्ट्रीय ध्वज, कल्चर संस्कृति. अंग्रेजी अर्थ लिखे. ध्वज फ्लैग, पुष्प फ्लावर, 24 शक्ति strength. So that lesson is over. Let us wind up the class. Thank you. Have a nice day.